നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ചിട്ടും കോഴിക്കോട് ജില്ലയ്ക്ക് മന്ത്രിമാരില്ലാത്തതിൽ UDF-ൽ അണികളുടെ പ്രതിഷേധം ശക്തം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് പ്രതിഷേധം ഉയരുന്നത്. അതേസമയം പ്രതിഷേധം അതിരുവിട്ടാൽ നടപടി സ്വീകരിക്കുമെന്ന് നേതൃത്വവും വ്യക്തമാക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ മന്ത്രിമാരില്ലാത്തതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ തുടരുതെന്ന കർശന നിർദ്ദേശമാണ് UDF നേതൃത്വം നൽകിയിരിക്കുന്നത്. പ്രതിഷേധ പ്രകടനങ്ങൾ തുടർന്നാൽ നടപടിയെടുക്കുമെന്ന് DCC നേതൃത്വവും മുസ്ലിം ലീഗ് നേതൃത്വവും വ്യക്തമാക്കി. ജില്ലയിൽ 13-ൽ 12 സീറ്റും വിജയിച്ചിട്ടും കോൺഗ്രസ് ലീഗ് നേതൃത്വം ജില്ലയെ പരിഗണിച്ചില്ലെന്നാണ് ആക്ഷേപം. ജില്ലയ്ക്ക് മന്ത്രിയില്ലാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് കഴിഞ്ഞ ദിവസം പുറമേരിയിൽ നടത്തിയ പരസ്യ പ്രതിഷേധം നേതൃത്വം ഇടപെട്ട് അവസാനിപ്പിച്ചെങ്കിലും അമർഷവും മുറുമുറുപ്പും ഇപ്പോഴും ജില്ലയിലാകെ തുടരുന്നുണ്ട്. ലീഗ് ഹൗസിന് മുമ്പിൽ പ്രതിഷേധ പോസ്റ്ററുകളും കരിങ്കൊടിയും വെച്ചതിന് പിന്നാലെ പ്രവർത്തകർ കൂട്ടത്തോടെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് കമൻറ്റുമായി എത്തുകയും ചെയ്തു. സാദിഖ് അലി തങ്ങൾ പങ്കുവച്ച സത്യപ്രതിജ്ഞ വീഡിയോയ്ക്ക് താഴെയായിരുന്നു കൂടുതൽ കമൻറ്റുകൾ. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും വിമർശനം ശക്തമാണ്. കോഴിക്കോടിനേക്കാൾ മോശപ്രകടനം കാഴ്ചവെച്ച മറ്റു ജില്ലകൾക്കെല്ലാം മന്ത്രിയെ നൽകിയപ്പോൾ കോഴിക്കോടിനെ മാത്രം അവഗണിച്ചുവെന്നാണ് ആക്ഷേപം. വിമർശനവും പ്രതിപക്ഷവും ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ പ്രതിഷേധങ്ങൾ താൽക്കാലികം മാത്രമാണെന്നാണ് നേതൃത്വത്തിൻ്റെ വാദം. പ്രതീക്ഷിച്ചത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവിക പ്രതികരണമാണിതെല്ലാം. എങ്കിലും പരിധി ലംഘിച്ചാൽ നടപടിയിലേക്ക് നീങ്ങേണ്ടി വരുമെന്നും നേതൃത്വം മുന്നറിയിപ്പ് നൽകി. കുറ്റ്യാടിയിൽ നിന്ന് വിജയിച്ച പാറക്കൽ അബ്ദുള്ള, കോഴിക്കോട് നോർത്തിൽ നിന്ന് വിജയിച്ച അഡ്വക്കേറ്റ് K ജയന്ത്, കുന്നമംഗലത്ത് നിന്ന് വിജയിച്ച K റസാഖ് മാസ്റ്റർ എന്നിവരാണ് അവസാന നിമിഷം വരെ മന്ത്രിമാരാകാനുള്ള സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.